ആപ്പിൾ പോലെ സ്വാദുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റാണ് ബെയർ ആപ്പിൾ. ആപ്പിളിൻ്റെ അത്രയും വലിപ്പമില്ലെങ്കിലും ഏകദേശം ഒരു നാരങ്ങയേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള ഫ്രൂട്ടാണ് ഇതിൻ്റേത്. ഒരു ചെടിയിൽ പല ശിഖരങ്ങളിലായി എയർ ലെയറിങ് ചെയ്ത് ധാരാളം തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഫ്രൂട്ട്സ് ഉണ്ടാകാനായി അധികം കാലതാമസം വരില്ല. വേര് പിടിച്ച ചെടി മണ്ണിൽ നട്ട് പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കായ്കൾ ഉണ്ടാകും. ഇപ്പോൾ ബെയർ ആപ്പിൾ നമ്മൾ എയർ ലെയറിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം. ഇത് വലിയ മരമായിട്ട് പോകത്തില്ല. സാധാരണ അധികം വലിപ്പമില്ലാത്ത ഒരു മരമായിട്ട് മാത്രമാണ് ഇത് വളരുന്നത്. അതുകൊണ്ട് എയർ ലെയറിങ് ചെയ്ത് കഴിഞ്ഞാലും ഇനി തായ്വേരില്ല എന്നുള്ള പ്രശ്നമൊന്നും വരുന്നില്ല. മണ്ണിൽ ഉറച്ച് തന്നെ നിൽക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ തൊലിയിൽ ചെറിയൊരു മുറിവുണ്ടാക്കുക. 1.5 ഇഞ്ച് നീളത്തിൽ തൊലി കട്ട് ചെയ്ത് നീക്കിയതിന് ശേഷം ചകിരിച്ചോറും ചാണകപ്പൊടിയും ചേർന്ന മിശ്രിതം ചകിരിയിൽ വെച്ച് കെട്ടിക്കൊടുത്താൽ മതി. മഴയുള്ള സമയമാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിക്കും. പെട്ടെന്ന് വേര് പിടിക്കാനായി ഏതെങ്കിലും നല്ല റൂട്ടിംഗ് ഹോർമോൺ ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ്. റൂട്ടിംഗ് ഹോർമോൺ കയ്യിലില്ലെങ്കിൽ കറ്റാർ വാഴയുടെ നീര് പുരട്ടി കൊടുക്കുക, ഇല്ലെങ്കിൽ പപ്പായയുടെ നീര് പുരട്ടി കൊടുക്കുക. ഇതും എഫക്റ്റീവാണ്. ചകിരിച്ചോറും കുറച്ച് ചാണകപ്പൊടി അല്ലെങ്കിൽ ജൈവവളം ഇത് രണ്ടും കൂടി ചേർന്ന് ഒരു മിക്സ് ഇട്ട് വയ്ക്കുക. ഇത് വെച്ചാണ് നമ്മൾ കെട്ടാൻ പോകുന്നത്. വലുപ്പം കൊണ്ട് ആപ്പിളിനേക്കാൾ ചെറുതാണെങ്കിലും സ്വാദ് കൊണ്ട് ആപ്പിളിന് സമാനമായ പഴങ്ങളാണ് ബെയർ ആപ്പിളിൽ ഉണ്ടാവുക. ചെറിയ ഗ്രീൻ ആപ്പിൾ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. വേര് പിടിച്ചതിന് താഴെ വെച്ച് കട്ട് ചെയ്ത് മണ്ണിൽ നട്ടാൽ മതി.